എയർ ഫ്രയറിൽ നോമ്പ് തുറക്കുന്നതിൻ്റെ 10 മിനിറ്റ് മുന്നെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ 2 റെസിപ്പീസാണ് ഞാനിവിടെ കാണിക്കുന്നത്. നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പീസാണ്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യത്തെ റെസിപ്പിക്ക് 4 ബ്രെഡ് സ്ലൈസാണ് വേണ്ടത്. അതിൻ്റെ അരിയെല്ലാം കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇത് എയർ ഫ്രയറിൽ ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. ഈ ബ്രെഡുകൾക്കിടയിൽ സ്പേസ് ഒന്നും വരാത്ത രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പോ അല്ലെങ്കിൽ പിസ്സ സോസോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലോണം സ്പ്രെഡ് ചെയ്ത ശേഷം ഇതിലേക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്, നൈസായിട്ട് അരിഞ്ഞതാണ്. ഒരു പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ വേവിച്ചത് ഒന്ന് ഷ്രെഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ കറി വെച്ചപ്പോൾ അതിലുള്ള ബ്രസ്റ്റ് പീസ് നോക്കിയെടുത്തതാണ്. നിങ്ങൾ വേറെ വേവിക്കുകയാണെങ്കിൽ ഉപ്പിട്ട് വേവിക്കാം. മല്ലിച്ചപ്പ് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ടൈമിന് ഒറിഗാനോ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അതിട്ട് കൊടുക്കാം. മൊസറല്ല ചീസും കൂടി ഇട്ട് കൊടുത്തിട്ട് 150 ഡിഗ്രി സെൽഷ്യസിൽ 8 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പിസ്സ ബ്രെഡ് ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റിയാണ്. ഇനി അടുത്ത റെസിപ്പി നോമ്പിലെടുക്കുന്ന ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതിനും നമുക്ക് ബ്രെഡിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഒരു ചപ്പാത്തി കോലെടുത്തിട്ട് നല്ലോണം റോൾ ചെയ്തെടുക്കുക. ഇതുപോലെ തിന്നാക്കിയെടുക്കാം. ഇതിലേക്ക് ഞാൻ ന്യൂട്ടല്ലയാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ജാമോ അല്ലെങ്കിൽ പീനട്ട് ബട്ടറോ അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് എയർ ഫ്രയറിൽ വെച്ചിട്ട് 3 മിനിറ്റ് 180 ഡിഗ്രിയിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് പുറമേ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. ഉള്ളിലുള്ള ആ ചോക്ലേറ്റോ എന്താ നമ്മൾ ആഡ് ചെയ്തത് അത് അവിടെ ക്രീമി ആയിട്ട് തന്നെ നിൽക്കും, ഡ്രൈ ആയി പോകുമൊന്നുമില്ല. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.